ഞാൻ പറഞ്ഞു മാം എന്നോടൊന്നും തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് മാം സഹായിക്കില്ലെന്ന്. അപ്പം പിറ്റേ ഒരു ദിവസമേ മാമിൻ്റെ ഫോണിലൊക്കെ ഞാൻ ഇട്ടുള്ളൂ. പക്ഷേ എൻ്റെ കൊച്ചിന് 3 ദിവസം കൊണ്ട് തന്നെ 1,70,75,000 രൂപ ഫീസ് വേണമായിരുന്നു. ആ 3 ദിവസം കൊണ്ട് 1,70,75,000 രൂപയും ആ മാം തന്നു. എൻ്റെ കൊച്ചിനെ കയറ്റിവിട്ടു. എൻ്റെ കൊച്ചിന് പഠിക്കാനുള്ള ഡ്രസ്സുകളും എല്ലാം ആ മാം തന്നു. പക്ഷേ ആ മാമിലൂടെ ഞാൻ കണ്ടത് എൻ്റെ മാതാവിനെ തന്നെയാണ്. അത് ശരിക്കും അവിടെ 2 കുഞ്ഞു കുട്ടികളുണ്ട്. ഇത് എന്താ ഈശോയും മാതാവും തന്നെയാണ്. ആ മാതാവ് മാമിലൂടെ എൻ്റെ മാതാവാണത്. ഞാൻ അതാണ് കാണുന്നത്. ആ മാമിൽ നിന്ന് തുടങ്ങി, ടിജിത മാമിൽ നിന്ന് തുടങ്ങി എൻ്റെ കൂട്ടുകാർ വരെ എത്തിയിരുന്നു. ഇന്നെൻ്റെ കൂട്ടുകാരും മാതാവാണ് ശരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാതാവെന്ന് വെച്ചാൽ എന്നെ ഒരു മകളെപ്പോലെയാണ്. എന്ന് വെച്ചാൽ എന്നേലും പ്രായക്കുറവുള്ളൊരു എന്നൊരു കൂട്ടുകാരിയോ കൂടപ്പിറപ്പോ എല്ലാമാണ് എനിക്കെല്ലാം. എന്ന് വെച്ചാൽ നമ്മളോട് സംസാരിക്കാൻ അത്രയും പവറിലും പ്രസക്തിയുള്ള ഒരു ആള്. നമ്മളോടൊരു സെർവൻ്റ് അല്ല എൻ്റെ മുന്നിലിരിക്കുന്നത്, അതല്ല. പക്ഷേ അവിടെ ആ മാമു എന്നോട് പറയണ കരയരുത്, ഒരിക്കലും കരയരുത്. എന്നെ എന്ത് പറഞ്ഞാലും ചിരിപ്പിക്കാൻ, അനിത ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ,